ഇനി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ നൽകുക. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ ഇതിലെ മെത്തനോൾ ഇൻഡസ്ട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഈ റിയാക്ഷനാണ്. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനും വാട്ടർ ഗ്യാസാണ്. ആ വാട്ടർ ഗ്യാസ് വീണ്ടും ഹൈഡ്രജൻ ചേർക്കുക. ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് സെലനോ Cr2O3 കാറ്റലിസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ 200 to 300 അറ്റ്മോസ് പ്രഷർ, 573 to 673 കെൽവിൻ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയ മെത്തനോൾ ആവില്ല. ഓക്കെ, C3 വായിച്ച് ഇത്രയേ ഉള്ളൂ. C3 വായിച്ചിട്ട് ഓക്കെ. മെത്തനോൾ ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി ബൈ methanol is prepared industrially by heating water gas and hydrogen in the presence of xenone bar Cr2O3 as catalyst. In the presence of xenone bar Cr2O3, sereno plus Cr2O3 ആയി catalyst at 573 to 673 Kelvin and 573 to 673 Kelvin and 200 to 300 atmos. 200 to 300 atmos. Okay. ഇക്വേഷൻ CO plus H2 plus H2 അല്ലെങ്കിൽ CO plus 2H2 എങ്ങനെയാണ് എഴുതാം. CO plus H2 plus H2 എയറോ മാർക്കറ്റിൻ്റെ മുകളിൽ സെരിനോ ഒരു ബാർ ഇട്ടിട്ട് Cr2O3 200 to 300 അറ്റ്മോസ് 573 to 673 Kelvin gives CH3OH. ഓക്കെ. അടുത്ത ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എത്തനോൾ നൽകുക. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ ഇതിലെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്നത് കരിമ്പിൻ്റെ നീരിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് ബാക്കി വരുന്ന സൊല്യൂഷൻ ഉണ്ട്, മധുരമുള്ള വെള്ളം, അതിനെ നമ്മൾ മൊളാസസ് എന്ന് വിളിക്കും. മൊളാസസ്, MOLASSES, മൊളാസസ്. ആ മൊളാസിൽ നമ്മൾ ആദ്യം വെള്ളം ചേർക്കും, കുറച്ചുകൂടെ ഡൈല്യൂട്ട് ചെയ്യും, എന്നിട്ട് 8 to 10% കോൺസെൻട്രേഷൻ ആക്കും കേട്ടോ. മാക്സിമം 13% കോൺസെൻട്രേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ, എന്നാലും 8 to 10% കോൺസെൻട്രേഷൻ ആക്കും. എന്നിട്ട് അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യും. മനസ്സിലായോ? ഈസ്റ്റ് ആഡ് ചെയ്യുമ്പം ഈസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിൽ ഇൻവെർട്ടേസ്, മാൾട്ടേസ്, സൈമേസ് 3 എൻസൈം ഉണ്ടാവും. അതിൽ നമുക്ക് 2 എൻസൈമേ ഇവിടെ ആവശ്യമുള്ളൂ. ഇൻവെർട്ടേസിൻ്റെ പ്രസൻസിൽ കെയിൻ ഷുഗർ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസോ, ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. കെയിൻ ഷുഗറിൻ്റെ ഫോമുല C12H22O11. അത് ഹൈഡ്രോളൈസ് ചെയ്യും, വാട്ടറുമായി റിയാക്ട് ചെയ്തിട്ട് ഇൻവെർട്ടേസിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ C6H12O6 2 തവണ ഉണ്ടാവും. ഒന്ന് ഗ്ലൂക്കോസ്, ഒന്ന് ഫ്രക്ടോസ്. കാരണം കെയിൻ ഷുഗർ ഡൈസാക്കറൈഡ് ആണ്, ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാവും, ഫ്രക്ടോസ് ഉണ്ടാവും. ഓക്കെ, ഫ്രക്ടോസ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ സൈമേസിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും രണ്ടും ഫെർമെൻറ്റേഷൻ നടക്കും. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? ഒരു എൻസൈമിൻ്റെ പ്രവർത്തന ഫലമായി ഒരു വലിയ ഓർഗാനിക് മോളിക്യൂൾ ചെറിയൊരു ഓർഗാനിക് മോളിക്യൂളായിട്ട് മാറുക. ആ സമയം ആ റിയാക്ഷൻ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുകയും വേണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കൽ? ഫെർമെൻറ്റേഷൻ നടന്നിട്ട് ഇത് 2 മോളിക്യൂൾ എത്തനോളും 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എത്തനോളായി. ഇതാണ് എത്തനോളിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിക്കോ, എത്തനോൾ ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി ഫ്രം മൊളാസസ്. അതിലെ മൊളാസസ് MOLASSES. ഇനി ബ്രാക്കറ്റിൽ എഴുതിക്കോ, മൊളാസസ് അല്ലേ? വേണ്ട, ബ്രാക്കറ്റിലുണ്ട്. മൊളാസസ് ഈസ്
dilute aqueous solution of cane sugar, dilute aqueous solution of cane sugar, dilute aqueous solution of cane sugar, dilute aqueous solution of cane sugar left after its crystallization, dilute aqueous solution of cane sugar left after its crystallization. അതിലെ dilute aqueous solution of cane sugar left after its crystallization. Okay, left after its crystallization. Okay, ഇനി ഇരിക്കോ molasses is diluted to 8 to 10% concentration. Molasses is diluted to 8 to 10% concentration of sugar. 8 to 10% concentration of sugar, and then yeast is added. And then yeast is added. And then yeast is added. Yeast supplies the enzymes. Yeast supplies the enzymes invertase, maltase and zymase. Yeast supplies the enzymes invertase, maltase and zymase. Invertase, maltase and zymase. In the presence of invertase, cane sugar undergo hydrolysis. Cane sugar undergo hydrolysis to form glucose and fructose. Cane sugar undergo hydrolysis to form glucose and fructose. In the presence of zymase, glucose and fructose undergo fermentation. Glucose and fructose undergo fermentation to form ethanol and carbon dioxide. Reactions ഒന്ന് C12H22O11 plus H2O. C12H22O11 plus H2O എയറോ മാർക്കിൻ്റെ മുകളിൽ ഇൻവെർട്ടേസ് gives C6H12O6 plus C6H12O6. ഒരെണ്ണം ഗ്ലൂക്കോസ് മറ്റത് ഫ്രക്ടോസ്, രണ്ടിനും ഫോർമുല ഒന്നാണ്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ C6H12O6 എയറോ മാർക്കിൻ്റെ മുകളിൽ സൈമേസ് gives 2C2H5OH plus 2CO2. യെസ്. ഇനി ഞാനൊരു റിയാക്ഷൻ നേരത്തെ പറയാതെ ഉണ്ട് ആൽക്കഹോളിൻ്റെ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസിൽ. അത് ഇപ്പോൾ പറയും, കാരണം ഈതറിൻ്റെ റിയാക്ഷനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഈ അടുത്ത സെക്ഷനിൽ അതുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവസാനം പറയുന്നത്. ഓക്കെ, അപ്പോൾ എഴുതിക്കോ. ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ ആൽക്കഹോൾസ്. ഇതിലെ ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്. ഓക്കെ, ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ ആൽക്കഹോൾസ് എന്ന് പറഞ്ഞാലേ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം എഴുതാം. ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ ആൽക്കഹോൾസ്, ഒരു കാർബൺ, സിംഗിൾ ബോണ്ട് കാർബൺ, ഇവിടെ OH. നേരത്തെ ആൽക്കീനിൽ നമ്മൾ ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം വാട്ടർ ആഡ് ചെയ്തിട്ടേ, അതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷനിൽ ഒരു ആൽക്കഹോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, കാർബണിൻ്റെ കൂടെ ഒരു OH ഉണ്ട്. അതായത് OH കഴിഞ്ഞ കാർബണിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും, ഇത് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് ചൂടാക്കുമ്പോൾ 443 കെൽവിനിലാണ് ചൂടാക്കേണ്ടത് കേട്ടോ. 443 കെൽവിനിൽ സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് ചൂടാക്കണം. അപ്പോൾ ചൂടാക്കുമ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ H എഴുതിയിട്ട് ഞാൻ ഇവിടെ OH, H+ അറ്റാക്ക് ചെയ്യും. സൾഫ്യൂരിക് ആസിഡ് H+ ഈ OH-ലേക്ക് അറ്റാക്ക് ചെയ്യും. OH-ലെ ലോൺ പെയറിൽ അറ്റാക്ക് ചെയ്യും. കണ്ടില്ലേ? ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതുക.
അറ്റാക്ക് ചെയ്യും. അപ്പോൾ മെക്കാനിസം നമുക്ക് ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. എച്ച് ഇവിടെ സി OH2+ ആവും. OH2+, കണ്ടില്ലേ OH2+. ഇനി എന്ത് ചെയ്യും? ഇനി ഇതിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്യും. ഓക്സോണിയം അയോണിൽ വാട്ടർ റിമൂവ് ചെയ്യും. ഉണ്ടല്ലേ, വാട്ടർ റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സി സിംഗിൾ ബോണ്ട് ഇവിടെ എച്ച് ഉണ്ട്, ഇത് ഇവിടെ പ്ലസ് ആവും. ആ വാട്ടർ റിമൂവ് ചെയ്താൽ പ്ലസ് ആവും. കാർബോ കാറ്റയോൺ. ഇതാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് കാർബോ കാറ്റയോൺ. ക്ലിയർ ആയല്ലോ? ഇനി ആ കാർബോ കാറ്റയോൺ അടുത്ത സ്റ്റെപ്പ്, ഇത് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2ൽ ആ കാർബോ കാറ്റയോൺ അതിൻ്റെ തൊട്ടടുത്ത പിന്നെ ഏതാണ് കാർബണുള്ള ഇത് ബീറ്റ കാർബൺ അല്ലേ, ആ കാർബണിലെ H+ ആയി മാറും. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ കണ്ടോ, ഈ 2 ഇലക്ട്രോൺ ഇത് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് H+ തിരിച്ച് കിട്ടിയില്ലേ, കാറ്റലിസ്റ്റ് ആയില്ലേ. അപ്പോൾ H+ തിരിച്ച് കിട്ടി. അപ്പോൾ നമുക്ക് ഇത് കിട്ടും C≡CI. ഇതാണ് റിയാക്ഷൻ. ഇതിൻ്റെ തിരിച്ചുള്ള റിയാക്ഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആൽക്കീൻസിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്റ്റീവ് ആൽക്കഹോളായി മാറുന്നത്. ഓക്കെ, ഇതാണ് മെക്കാനിസം. അപ്പോൾ ഒരു ആൽക്കഹോൾ സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് 443 കെൽവിനിൽ ചൂടാക്കിയാൽ എന്ത് കിട്ടും? പിന്നെ ആൽക്കീൻ കിട്ടും. എഴുതിച്ചേ, when an alcohol is heated with concentrated sulfuric acid, at 443 Kelvin, when an alcohol is heated with concentrated sulfuric acid at 443 Kelvin, dehydration takes place to form an alkene. ഇനി എല്ലാവരും ഒന്ന് ഇത് എഴുതി വെച്ചേ. സി ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടില്ല. സി ഒരു H എഴുതിയിട്ടുണ്ട്, പിന്നെ 2 സിംഗിൾ ബോണ്ട് സി, അവിടെ ഒരു OH, 2 വരെയും ഫ്രീ വാലൻസി. H2SO4 ബാർ 443 Kelvin. ഫസ്റ്റ്ലി അതേപോലെ ഒന്നും കൂടെ ആൽക്കഹോൾ എഴുതുക, H+ എഴുതുക. H+ ഈ ഓക്സിജനിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇത് OH2+ ആവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുന്ന് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇത് പ്ലസ് ആവും, കാർബോ കാറ്റയോൺ. അപ്പോൾ എന്ത് റിമൂവ് ചെയ്തു? വാട്ടർ റിമൂവ് ചെയ്തു കേട്ടോ, -H2O. അപ്പോൾ കാർബോ കാറ്റയോൺ അതിൽ ആ കാർബോ കാറ്റയോണിൻ്റെ തൊട്ടടുത്ത പ്ലസ് ചാർജുള്ള കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിലത്തെ ബീറ്റ കാർബണിലെ ആ Hൻ്റെ സിഗ്മ ഇലക്ട്രോൺ ഈ സിംഗിൾ ബോണ്ടിൽ ഷിഫ്റ്റ് ചെയ്ത് ഡബിൾ ബോണ്ട് ആവും. അപ്പോൾ H+ റിമൂവ് ചെയ്യും, H+ കാറ്റലിസ്റ്റ് ആയിട്ട് മാറി. അപ്പോൾ C≡CI. ഓക്കെ, യെസ്. ഇനി എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. CH3 CH2 C3CH2 CH2OH കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് 443 Kelvin. അപ്പോൾ എന്താ കിട്ടുക? ഇത് ആൽഫ, ഇത് ബീറ്റ അല്ലേ. ബീറ്റ കാർബണിൽ H, ഈ OH വാട്ടർ ആക്കുക. പറഞ്ഞേ C3 CH ഡബിൾ ബോണ്ട് CH2. ഇനി ആൽക്കഹോൾ ബ്യൂട്ടാൻ 2 ആണെങ്കിലോ C3CH2 CHOH C3 ബ്യൂട്ടാൻ 2 അല്ലെങ്കിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. എല്ലാവരും എഴുതി വെക്കണേ. ബ്യൂട്ടാൻ 2 അല്ലെങ്കിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് 443 Kelvin ആയില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ആൽഫ, ഇതിൽ 2 ബീറ്റ ഉണ്ട്. ബീറ്റ CH2 ഉണ്ട്, C3 ഉണ്ട്. അപ്പോൾ സെയിൽസ് ഓഫ് റൂൾ ഉപയോഗിക്കണം. CH2 എന്നാണോ H റിമൂവ് ചെയ്യുക, CH3 എന്നാണോ? CH2 എന്നല്ലേ റിമൂവ് ചെയ്യൽ. അപ്പോൾ CH2 H റിമൂവ്, അതാണ് മേജർ പ്രോഡക്റ്റ് പറഞ്ഞേ. അപ്പോൾ C3 CH ഡബിൾ ബോണ്ട് CH C3, ഇത് ബ്യൂട്ട് 2 ഇത് മേജർ പ്രോഡക്റ്റ് കേട്ടോ, ബ്യൂട്ട് 2 പ്ലസ് ഏതും കിട്ടും C3 CH2 CH ഡബിൾ ബോണ്ട് CH2 ബ്യൂട്ട് 1 കിട്ടും, ബ്യൂട്ട് 1. ഓക്കെ, മേജർ പ്രോഡക്റ്റ് ബ്യൂട്ട് 2. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ സെക്ഷൻ കൂടെ ബാക്കിയുണ്ട്. ഈതേഴ്സ് ഹെഡിങ് എഴുതിയാലും ഈതേഴ്സ് നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇനി ഈതേഴ്സ് എഴുതാം. ഈതേഴ്സിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞ റിയാക്ഷനുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അടുത്തടുത്ത് പറയുന്നത് കേട്ടോ. അതിൽ പിന്നെ ഡീഹൈഡ്രേഷൻ ആൽക്കഹോളാണ് ഒന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ്. എഴുതിക്കോ, ബൈ ഡീഹൈഡ്രേഷൻ ആൽക്കഹോൾ. ഇപ്പോൾ ഡീഹൈഡ്രേഷൻ ആൽക്കഹോൾ ഇപ്പോൾ CH3 CH2OH അല്ലേ, എത്തനോൾ. ഈ റിയാക്ഷനിൽ പ്രൈമറി ആൽക്കഹോൾ മാത്രം ഉപയോഗിച്ചാൽ മതി. എന്തുകൊണ്ടെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, പ്രൈമറി ആൽക്കഹോൾ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ CH3 CH2OH അത് പിന്നെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് തന്നെ 413 Kelvin ഇങ്ങനെ തരുക. ടെമ്പറേച്ചർ ലേശം മാറിയിട്ടുണ്ടാവും, പക്ഷെ അത്
ശരിക്കും വേറെ ഒന്നുകൂടി തരണം. പിന്നെ എന്താണ് സൾഫ്യൂരിക് ആസിഡ് പിന്നെ എത്ര ആൽക്കഹോളിൻ്റെ കോൺസെൻട്രേഷനേക്കാൾ സൾഫ്യൂരിക് ആസിഡ് കുറവായിരിക്കണം എടുക്കണം കേട്ടോ. ഒരു ഈക്വലൻ്റ് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ 2 ഈക്വലൻ്റ് എത്തനോൾ ഉപയോഗിക്കണം. മനസ്സിലായി? അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ റിയാക്ഷൻ അങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മെക്കാനിസം ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങളിപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഇതിൻ്റെ മെക്കാനിസം പറഞ്ഞു തരുന്നില്ല, അല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിക്കേ, ഈ റിയാക്ഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. എത്തനോൾ കുറച്ച് അധികം ഉണ്ടാവും ഇതിനേക്കാൾ, ആൽക്കഹോളിനേക്കാൾ. പക്ഷേ ക്വസ്റ്റ്യനിൽ അത് തരില്ല. മനസ്സിലായോ? അപ്പോൾ റിയാക്ഷൻ ഇങ്ങനെ നടക്കുന്നത്. CH3 CH2OH അല്ലേ ഉള്ളത്. ആദ്യം അത് സൾഫ്യൂരിക് ആസിഡിലെ H+ ഈ എത്തനോളിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ H+ ഇവിടെ അറ്റാക്ക് ചെയ്ത് കിട്ടുക CH3 CH2OH2+ ആവും. മനസ്സിലായോ? CH3 CH2OH2+ ആവും. ഇനി എല്ലാ ആൽക്കഹോളും പ്രോട്ടോണേഷൻ നടക്കും. ഇത് പ്രോട്ടോണേഷൻ ആൽക്കഹോൾ എന്ന് പറയും. എന്താ പറയുക? പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കഹോൾ. ഇനി കൂടുതൽ ആൽക്കഹോൾ എടുക്കുന്നതുകൊണ്ട് എല്ലാ ആൽക്കഹോളും എന്ത് ചെയ്യില്ല? പ്രോട്ടോണേറ്റ് ചെയ്യില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ പ്രോട്ടോൺ അറ്റാക്ക് ചെയ്യാത്ത H+ അറ്റാക്ക് ചെയ്യാത്ത ആൽക്കഹോൾ ഈ പിന്നെ OH2+ അല്ലേ, ഈ ഏതിൽ അറ്റാക്ക് ചെയ്യാത്ത ആൽക്കഹോൾ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഈ ലോൺ പെയർ നേരെ ഈ കാർബൺ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ വാട്ടർ ഇവിടുന്ന് റിമൂവ് ചെയ്യും. കണ്ടോ? ഇങ്ങനെ സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക കേട്ടോ? ഈ ലെവലിൽ മെക്കാനിക്സ് ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നത്. CH3 CH2OH+ ആവും. OH+. പിന്നെയോ CH2 CH3 അല്ലേ വരുക? CH3 CH3 കണ്ടോ? മക്കൾ നോക്കുക, ഈ ലോൺ പെയർ ഇവിടെ അറ്റാക്ക് ചെയ്തപ്പോൾ ഈ OH പ്ലസ് ചാർജ് വന്ന് ഓക്സിജനിൽ, പിന്നെ ഈ വാട്ടർ പോയി -H2 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇതിൽ നിന്ന് എന്ത് റിമൂവ് ചെയ്യും? H+ റിമൂവ് ചെയ്താൽ എന്ത് കിട്ടും? പറ. H+ റിമൂവ് ചെയ്യും. പ്രോഡക്റ്റ് പറഞ്ഞേ. CH3 CH2O CH2 CH3. ഇപ്പോൾ ഡൈ ഈതയിൽ ഈതറായില്ലേ? ഇതാണ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാലേ ഇതാ ഇത് നേരെ ഇങ്ങനെ എഴുതിയാൽ മതി. CH3 CH2OH എയറോ മാർക്കിനോട് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് 413 Kelvin കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? CH3 CH2OH പ്ലസ് എഗെയിൻ എന്ത് എഴുതുക? യെസ്, വേണമെങ്കിൽ തിരിച്ചിടുക കേട്ടോ. OH CH2 CH3 പിന്നെ ഏതാണ്? H+ അല്ലേ? H+. ഈ OHും H കൂടെ എന്തായി? അതല്ല നമ്മൾ കണ്ടത്. ഇപ്പോൾ മെക്കാനിസം പ്രകാരം വാട്ടറായി. -H2O. പ്രോഡക്റ്റ് പറഞ്ഞേ. C3 CH2O CH2 C3 കിട്ടിയോ? ഡൈ ഈതയിൽ ഈതർ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലേ? അപ്പം എഴുതിക്കൊല്ലാരും. വെൻ എത്തനോൾ ഈസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് at 413 Kelvin. നേരത്തെ 443 Kelvin ആയിരുന്നു അല്ലേ?
അടുത്ത റിയാക്ഷൻസ് ഓഫ് ഈതറാണ്. എല്ലാവരും എഴുതിയേ റിയാക്ഷൻസ് ഓഫ് ഈതേഴ്സ്. 2 റിയാക്ഷൻ പഠിക്കാമല്ലോ. ഒന്ന് റിയാക്ഷൻ ഓഫ് ഈതർ വിത്ത് ഹൈഡ്രജൻ അയോഡൈഡ്, ഹൈഡ്രജൻ ഹാലൈഡ്. റിയാക്ഷൻ ഓഫ് ഈതർ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്, റിയാക്ഷൻ ഓഫ് ഈതർ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്. ഇത് മെക്കാനിസം ഇല്ലാത്ത രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഈ റിയാക്ഷൻസ് നിങ്ങൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ റിയാക്ഷനാണ്. കാരണം ഇത് SN2 റിയാക്ഷൻ ആവാം, SN1 റിയാക്ഷൻ ആവാം. അപ്പോൾ മെയിൻ പ്രോഡക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഈതർ വരയ്ക്കുമ്പോൾ ആ സ്ട്രക്ചറിൻ്റെ കറക്റ്റായിട്ടുള്ള ചേഞ്ചസ് നോക്കണം. ഓരോ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഹൈഡ്രജൻ അയോഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ HiHCl HBr ഏതായിട്ടും സാധാരണ ഹൈഡ്രജൻ അയോഡൈഡ് ചോദിക്കൽ റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ്റെ ഇത് ഞാൻ ഈ ഈതർ ഒന്ന് വരച്ചു തരാം. C3C C3 O CH2 C3 പ്ലസ് HI എഴുതിയില്ലേ? CH3C C3 O CH2 C3. അപ്പോൾ ഈ ഓക്സിജൻ്റെ ഈ ഭാഗത്ത് ടേഴ്ഷ്യറി കാർബൺ അല്ലേ, ടേഴ്ഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ? കാരണം ഇവിടെ H ഇല്ല. ഈ ഭാഗത്തോ പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ടേഴ്ഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. ടേഴ്ഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇത് SN1 റിയാക്ഷൻ വഴിയാണ് നടക്കൽ. മെക്കാനിസം ഞാൻ എഴുതുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടേഴ്ഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഈ അയോഡിൻ കൊടുക്കുക. അപ്പോൾ CH3C C3 അയോഡിൻ കൊടുക്കുക. എന്നിട്ട് ഈ C3CH2O ഇല്ലേ ബാക്കി അതിൻ്റെ കൂടെ H കൊടുക്കുക. പ്രോഡക്റ്റ് പറഞ്ഞാൽ C3C പിന്നെ C3 ഇവിടെ I പ്ലസ് പറ CH3CH2OH. ആ ടെക്നിക്ക് ഉപയോഗിക്കുക. ക്ലിയർ? ഇനി അടുത്ത് നോക്കുക. അടുത്ത് ശ്രദ്ധിക്കേണ്ടത് CH3CH2O CH3 പ്ലസ് HI. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് പ്രൈമറിയാണ്, ഇതും പ്രൈമറി അല്ലേ? പ്രൈമറി എന്ന് പറഞ്ഞാൽ മീതയിൽ രണ്ടും അങ്ങനെയാണെങ്കിൽ SN2 റിയാക്ഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾ ഏതാണോ ചെറുത് അതിൻ്റെ കൂടെ അയോഡിൻ കൊടുക്കുക, മറ്റേത് ആൽക്കോൾ ആക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇത് പ്രൈമറി, ഇത് മീതയിലും, പ്രൈമറിയും മീതയിലും അങ്ങനെ എങ്ങനെ വന്നാൽ 2 പ്രൈമറിയോ അല്ലെങ്കിൽ പ്രൈമറിയോ മീതയിൽ വന്നാൽ എപ്പോഴും മീതയിൽ പ്രൈമറിയേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ അയോഡിൻ കൊടുക്കുക. ഇത് കാരണം ഇത് SN2 റിയാക്ഷനിലേക്ക് മാറി. ഇതിൻ്റെ കൂടെ അയോഡിൻ കൊടുക്കുക. ഇത് C3CH2CH2OH ആക്കുക. അപ്പോൾ ഉത്തരം പറഞ്ഞേ C3CH2CH2OH പ്ലസ് C3I. അത് രണ്ടും പ്രൈമറി ആയതുകൊണ്ടാണ്, പ്രൈമറി അല്ലെങ്കിൽ മീതയിലായതുകൊണ്ട്. ഇനി രണ്ടും പ്രൈമറി ആണെങ്കിലോ C3CH2CH2CH2 O പിന്നെയോ O CH2C3 കണ്ടോ? ഇത് രണ്ടും പ്രൈമറി ആണെന്നിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതല്ലേ ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ്, ഇതിൻ്റെ കൂടെ അയോഡിൻ കൊടുക്കുക, ഇത് OH ആക്കുക. പ്രോഡക്റ്റ് പറഞ്ഞേ. ഇപ്പോൾ HCl മതിയേ പറയും. C3CH2CH2OH പ്ലസ് C3CH2Cl. ക്ലിയർ ആയോ? C3CH2Cl. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എഴുതണേ, അതേ സമയത്ത് തന്നെ എഴുതണേ. ഇനി നോക്കുക, C3CH2 CH3 CH2O then CH2C3. ഇതാണ് കോമ്പൗണ്ട് ഇരിക്കുക എന്ന് പറഞ്ഞേ. C3CH2 CH3CH2 പിന്നെ O CH2C3. ഇതാണെങ്കിൽ നിങ്ങൾ നോക്കണ്ട ഏത് HBr ആയിക്കോട്ടെ. ഇപ്പുറത്തെ ഭാഗത്ത് പ്രൈമറിയാണ്, അപ്പുറത്തെ ഭാഗത്ത് പ്രൈമറിയാണ്, നിങ്ങൾ നോക്കണ്ട. ഈ പ്രൈമറിയിലെ തൊട്ടടുത്ത കാർബണിൽ ഏത് ബീറ്റാ കാർബണിൽ ഏതുണ്ട് ഗ്രൂപ്പില്ലേ. അപ്പോൾ ബീറ്റാ കാർബണിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇപ്പുറത്തെ ഭാഗത്ത് പ്രൈമറിയില്ലേ അതിൻ്റെ കൂടെ അയോഡിൻ കൊടുക്കുക. ചെറുതോ വലുതോ നോക്കണ്ട, ഇതിൻ്റെ കൂടെ അയോഡിൻ കൊടുക്കുക. ഇത് അയോഡിന ബ്രോമിൻ കൊടുക്കുക, ഇത് OH ആക്കുക. പഠിച്ചോ? അപ്പോൾ പ്രോഡക്റ്റ് പറഞ്ഞേ. അപ്പോൾ CH3 CH2 CH3 then CH2 ഏതാ OH പ്ലസ് പറഞ്ഞേ CH3 CH2Br അല്ലേ, CH3 CH2Br. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടത് ടേഴ്ഷ്യറി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നോ ഡൗട്ട് ടേഴ്ഷ്യറി ഗ്രൂപ്പിൻ്റെ കൂടെ ഹാലജൻ കൊടുക്കുക. രണ്ടും പ്രൈമറിയോ മീതയിലോ ആണെങ്കിൽ, മീതയിൽ ഉണ്ടെങ്കിൽ നോ ഡൗട്ട്, മീതയിൽ ഉണ്ടെങ്കിൽ എന്നല്ല, ടേഴ്ഷ്യറി ഇല്ലാതെ പ്രൈമറി വന്നാൽ എന്ത് ചെയ്യുക, മീതയിലോ പ്രൈമറിയോ വന്നാൽ, മീതയിലിൻ്റെ കൂടെ അയോഡിൻ കൊടുക്കുക ചെറുതിൻ്റെ കൂടെ. രണ്ടും പ്രൈമറി വന്നാൽ എന്ത് ചെയ്യുക, ചെറുതിൻ്റെ കൂടെ അയോഡിൻ കൊടുക്കുക. മനസ്സിലായില്ലേ? പിന്നെ ബീറ്റാ കാർബണിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കണ്ട മറ്റേ ഗ്രൂപ്പിൽ ഏത് പ്രൈമറി ആണെങ്കിൽ ചെറുതോ വലുതോ നോക്കണ്ട, ആ പ്രൈമറിയുടെ കൂടെ അയോഡിൻ കൊടുക്കുക.
അയോഡിൻ എന്ന് പറഞ്ഞാൽ ഹാലജൻ കൊടുക്കുക. പഠിച്ചോ? ക്ലിയർ? ഇനി അടുത്ത ഒന്നും കൂടെ ചെയ്യാനുണ്ട്. ബെൻസീൻ റിങ് CH2O ബെൻസീൻ റിങ് കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് +HI എങ്കിൽ എങ്ങനെ പ്രോഡക്റ്റ് ചെയ്തു പറഞ്ഞേ? നിങ്ങളൊന്നും നോക്കണ്ട. ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ നേരിട്ട് O ഉണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഫീനോൾ ആയിരിക്കും. അപ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനാവില്ല എന്ന്. ബെൻസീൻ റിങ് കഴിഞ്ഞ് ആ കാർബൺ ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാനാവില്ല. അപ്പോൾ ഇത് ഒന്ന് ഫീനോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് എഴുതി കൂടെ ബെൻസീൻ റിങ് CH2I അല്ലേ? അപ്പോൾ ഉത്തരം പറഞ്ഞേ. ബെൻസീൻ റിങ് CH2I പ്ലസ് ബെൻസീൻ റിങ് എന്താ OH അല്ലേ? ഫീനോൾ. ഒരു പ്രോഡക്റ്റ് ഫീനോൾ ആയിരിക്കും. പഠിച്ചോ അത്? ക്ലിയർ? ഇവിടെ ഒന്നുകൂടെ ഞാൻ എഴുതുന്നുണ്ട്. ബെൻസീൻ റിങ് OCH3 പ്ലസ് HBr എന്തായിരിക്കും പ്രോഡക്റ്റ്? ഇവിടെ എഴുതാ ഗീവ്സ് പറഞ്ഞേ. ഒന്നും നോക്കണ്ട. ഒരു പ്രോഡക്റ്റ് എന്തായിരിക്കും? ബെൻസീൻ റിങ് നേരിട്ട് ഓയില്ലേ? അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഫീനോൾ പ്ലസ് അടുത്ത് CH3Br. ക്ലിയർ ആയോ? CH3Br. ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷനാണ്. മെക്കാനിസം പറയാതെ ഞാൻ എഴുതിയാണ്. മെക്കാനിസം ഈ ലെവലിൽ ആവശ്യമില്ല. ഓക്കെ? ക്ലിയർ? അടുത്ത റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എഴുതിക്കോ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അത് നേരിട്ട് എഴുതിയാൽ മതി. നമുക്ക് എന്തൊക്കെയാണ് റിയാക്ഷൻ ഉള്ളത്? ഹാലോജിനേഷൻ, നൈട്രേഷൻ, പിന്നെയോ ഫിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ, സൾഫോണേഷൻ, ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പടത്തിൽ കൊടുത്ത എക്സാമ്പിൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ബെൻസീൻ റിങ് OCH3 മിത്തോക്സി ബെൻസീൻ അല്ലെങ്കിൽ അനൈസോൾ. എഴുതി എല്ലാവരും? ബെൻസീൻ റിങ് OCH3 മിത്തോക്സി ബെൻസീൻ. ഞാൻ നേരിട്ട് എഴുതുന്നത് എറോ മാർക്കിൻ്റെ മുകളിൽ നൈട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. നമുക്കറിയാം ഫീനോളിനെ പോലെ മിത്തോക്സി ബെൻസീനും ഓർത്തോ പാരാ ഡയറക്റ്റിക് ഗ്രൂപ്പാണ്. അപ്പോൾ NO2 ഗ്രൂപ്പ് ഓർത്തോലും പാരലും കൊടുക്കുക. പ്രോഡക്റ്റ് പറഞ്ഞേ. ബെൻസീൻ റിങ് പറയൂ OCH3 ഓർത്തോൽ NO2 പ്ലസ് ഏതും കിട്ടും? ബെൻസീൻ റിങ് OCH3 പാരൽ NO2. അപ്പോൾ ഓർത്തോ നൈട്രോ അനൈസോൾ പ്ലസ് പാരാ നൈട്രോ അനൈസോൾ കിട്ടിയോ? ഓർത്തോ നൈട്രോ അനൈസോൾ പ്ലസ് പാരാ നൈട്രോ അനൈസോൾ. ഇനി വേറെ റിയാക്ഷൻ ബെൻസീൻ റിങ് OCH3 മിത്തോക്സി ബെൻസീൻ അല്ലേ? ഇതിനെ ബ്രോമിനേഷൻ നടത്തുന്നു. Br2 ബാർ FeBr3 ബ്രോമിനേഷൻ നടത്തുകയാണെങ്കിലോ ഓർത്തോലും പാരയിലും ബ്രോമിൻ വരും. ബെൻസീൻ റിങ് OCH3 ഇവിടെ ഓർത്തോൽ Br പ്ലസ് ബെൻസീൻ റിങ് OCH3 ആണേ. OCH3 പാരയിൽ Br. പഠിച്ചോ? പാരാ ബ്രോമോ അനൈസോളും ഓർത്തോ നൈട്രോ അനൈസോളും എഴുതിയോ? ഓക്കെ. ഈ ഓർത്തോ ബ്രോമോ അനൈസോളിൻ്റെ IUPAC നെയിം എഴുതുമ്പോൾ 1 2 3 4 5 6 പറഞ്ഞേ. ബ്രോമിനല്ലേ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം 1 ബ്രോമോ 2 മിത്തോക്സി ബെൻസീൻ, 1 ബ്രോമോ 2 മിത്തോക്സി ബെൻസീൻ. അപ്പോൾ ഇതെന്തായിരിക്കും? 1 ബ്രോമോ 4 മിത്തോക്സി ബെൻസീൻ കേട്ടില്ലേ? 1 ബ്രോമോ 4 മിത്തോക്സി ബെൻസീൻ. അതുപോലെ ഇതാണെങ്കിൽ മിത്തോക്സി അല്ലേ ആദ്യം വരിക? MnOP. ഇപ്പോൾ 1 2 ഇത് 1 4 ശരിയല്ലേ? അപ്പോൾ ഓർത്തോ നൈട്രോ അനൈസോളിൻ്റെ IUPAC നെയിം എന്താണ്? 1 മിത്തോക്സി 2 നൈട്രോ ബെൻസീൻ, 1 മിത്തോക്സി 2 നൈട്രോ ബെൻസീൻ. പാരാ നൈട്രോ അനൈസോളിൻ്റെ IUPAC നെയിമോ 1 മിത്തോക്സി 4 നൈട്രോ ബെൻസീൻ, 1 മിത്തോക്സി 4 നൈട്രോ ബെൻസീൻ. കിട്ടിയോ? ഓക്കെ. ഇനി അത് ഫിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഫിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ആണെങ്കിൽ ആൽക്കൈലേഷനും ഉണ്ട് അസൈലേഷനും ഉണ്ട്. അപ്പോൾ ആൽക്കൈലേഷൻ ആണെങ്കിൽ എഴുതിക്കോ ഫിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ബെൻസീൻ റിങ് OCH3 പ്ലസ് CH3Cl എയറോ മാർക്കിൻ്റെ മുകളിൽ എൻഹൈഡ്രസ് AlCl3 എഴുതിയോ? ആൽക്കൈലേഷൻ ആണ്. ബെൻസീൻ റിങ് OCH3 പ്ലസ് C3Cl എൻഹൈഡ്രസ് AlCl3. നമ്മൾ നേരെ എന്ത് എഴുതുക? ബെൻസീൻ റിങ് OCH3യുടെ ഓർത്തോ പൊസിഷനിൽ C3 എഴുതുക പ്ലസ് C3 അല്ലേ വരിക? പ്ലസ് പറഞ്ഞേ ബെൻസീൻ റിങ് OCH3യുടെ പാരാ പൊസിഷനിൽ C3. കിട്ടിയോ? 2 പ്രോഡക്റ്റ് കിട്ടും. ക്ലിയർ? ഓക്കെ. ഇനി അത് വേണമെങ്കിൽ ഓർത്തോ മിത്തോക്സി ടോൾവിൻ പാരാ മിത്തോക്സി ടോൾവിൻ എന്നൊക്കെ പറയാം. ഓക്കെ. ഓർത്തോ മിത്തോക്സി ടോൾവിൻ പാരാ മിത്തോക്സി ടോൾവിൻ. ഇനി അസൈലേഷനാണ് നടത്തുന്നതെങ്കിൽ ബെൻസീൻ റിങ് OCH3 പ്ലസ് അസൈലേഷന് ഒന്നിക്കിൽ അസറ്റിക് എൻഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അസറ്റൈൽ ക്ലോറൈഡ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അസറ്റിക് എൻഹൈഡ്രേറ്റ് എഴുതാം. അസറ്റിക് എൻഹൈഡ്രേറ്റ് ആണ്. എൻഹൈഡ്രസ് AlCl3 അല്ലേ കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവിടെ COCH3 വരും. അപ്പോൾ പറഞ്ഞേ ബെൻസീൻ റിങ് പറഞ്ഞോ OCH3 ഇവിടെ എന്താ വരിക? COCH3 ഓർത്തോ പൊസിഷനിൽ COCH3 പ്ലസ് ബെൻസീൻ റിങ് OCH3 പാരാ പൊസിഷനിൽ COCH3
പാരാ പൊസിഷനിൽ CO CH3. ഇനി നമുക്കറിയാം CO CH3 വന്ന അസറ്റോഫീനോൺ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് അസറ്റോഫീനോൺ. ഇത് എന്താ പറയുക, ഓർത്തോമിത്തോക്സി അസറ്റോഫീനോൺ അല്ലെങ്കിൽ 2-മിത്തോക്സി അസറ്റോഫീനോൺ. എഴുതിയേ, ഓർത്തോമിത്തോക്സി അസറ്റോഫീനോൺ അല്ലെങ്കിൽ IUPAC നെയിം 2-മിത്തോക്സി അസറ്റോഫീനോൺ. ഇത് പാരാമിത്തോക്സി അസറ്റോഫീനോൺ അല്ലെങ്കിൽ 4-മിത്തോക്സി അസറ്റോഫീനോൺ. പാരാമിത്തോക്സി അസറ്റോഫീനോൺ അല്ലെങ്കിൽ 4-മിത്തോക്സി അസറ്റോഫീനോൺ. ഓക്കെ.